എങ്ങനെ ലക്ഷദ്വീപ് പോവാം, എത്ര രൂപയാവും? അതിന് ഏറ്റവും എളുപ്പവഴി എന്താണ്? നിങ്ങൾ 6 മാസത്തിനുള്ളിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ PCCക്ക് അപ്ലൈ ചെയ്യാം. അതിന് നമ്മുടെ പോൾ ആപ്പ് വഴി, പോലീസിന്റെ ആപ്പ് ഉണ്ടല്ലോ, അതിൽ പോയി പിന്നെ രജിസ്റ്റർ ചെയ്താൽ മതി. ഇതിൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പറഞ്ഞില്ലേ, ഈ NOCയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ അക്ഷയ പോയിട്ട് ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം 1 വീക്കിൻ്റെ ഉള്ളിൽ ഒരു പോലീസ് നമ്മൾ വിളിക്കും. അത് കൺഫേം ചെയ്തിട്ട് അപ്രൂവൽ ആവും. അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ജസ്റ്റ് അന്വേഷിച്ചാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഗെറ്റ് ഹോൾഡേഴ്സിന്റെ പാക്കേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപേന്റെ പാക്കേജ് ആണെന്നുള്ളത് അവിടുത്തെ റൂം എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പാക്കേജ് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് നോക്കുക. അപ്പോൾ റേറ്റ് കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. പ്ലസ് പിന്നെ അതിനൊരു 13 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരിക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് കൺഫേം ആക്കിയതിന് ശേഷം അവരോട് പെർമിറ്റിന് അപേക്ഷിക്കാൻ പറയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഫ്ലൈറ്റിലാണ് പോകുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഗോവയിൽ നിന്നാണ് പോകുന്നുണ്ടെങ്കിൽ ഗോവയ്ക്ക് നമ്മൾ ട്രെയിനിൽ പോകണം. അപ്പോൾ ട്രെയിനിലെ ടിക്കറ്റും നമ്മൾ എടുത്തു വെക്കണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തിവിം പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടുന്ന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് നേരെ ഗോവ മനോഹർ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടി വരും കേട്ടോ. അവിടുന്ന് നമ്മൾ ഇനി അകത്തേക്കാണോ നിങ്ങൾ അതോ കവരത്തിയാണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ചൂസ് ചെയ്യുക, അവിടേക്ക് പോകാൻ നോക്കുക. ഫ്ലൈറ്റ് ടിക്കറ്റിന് വന്നിട്ടുണ്ടായിരുന്നു 14 റുപ്യായിരുന്നു കേട്ടോ. അതും അവിടുത്തെ പാക്കേജും കൂട്ടിയിട്ട് പിന്നെ 26 രൂപയായിരുന്നു ഞങ്ങൾക്ക് ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പാക്കേജ് കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാസ്സൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അഗത്തി എയർപോർട്ട് മുതൽ തിരിച്ച് അഗത്തി എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന വരെയുള്ള ഫുൾ ചിലവ് അവർ തന്നെ ആയിരിക്കും. അതിൽ എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ട്, സ്കൂബ പോലെ. അത് വേണമെങ്കിൽ എടുത്താൽ മതി. ബാക്കിയുള്ളൊക്കെ പാക്കേജ് ഇൻക്ലൂഡ് ആയിരിക്കും.